ദേവായ ഓ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായൈ തദാലയേ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാക പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ മഹാവിഷ്ണു ഗോസ്വാമി നാമിനി. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനി. നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. ഹാപ്പി എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഏകാദശി ആയിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജീസ്. ഹരേ കൃഷ്ണ മാതാജീസ് ആൻഡ് പ്രഭുസ്. നമ്മൾ ഏകാദശിയുമായിട്ട് ഭാഗവതം പഠിക്കുകയാണ്. ഭാഗവതം വളരെ നല്ലൊരു ദിവസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ ഭാഗവത്തിലെ നമ്മള് 1-ാം സ്കന്ധം 15-ാം അധ്യായം 31-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ 31-ാമത്തെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നമുക്ക് പ്രധാനമായിട്ട് കുറേ കാര്യങ്ങള് അവിടെ ശ്രീല പ്രഭുപാദര് നമുക്ക് പറഞ്ഞു തന്നു. അവിടെ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും പറയാനുണ്ടോ? ആർക്കെങ്കിലും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഹരേ കൃഷ്ണ. ഞാനൊന്നുകൂടി പറയണോ? നമ്മളെ യഥാർത്ഥത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഭഗവത്ഗീത ഇത്രയും വായിച്ചു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. അപ്പൊ അതിൽ നിന്ന് ഭഗവത്ഗീത ഉപദേശങ്ങളെ ഭഗവാൻ തന്നിട്ടുള്ളതിനെ എല്ലാം നമ്മൾ മനസ്സിലാക്കുക വഴി നമ്മളിപ്പോ എന്താണ് മനസ്സിലാക്കിയത്? നമുക്ക് ശ്രീല പ്രഭുപാദർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ നമുക്കറിയില്ല ഭഗവാനാണ് എന്താണ് ആ ഏറ്റവും ഉന്നതനായിട്ടുള്ള ആള് അല്ലേ. അപ്പൊ ആ ഒരു അറിവ് എല്ലാ ദേവന്മാരെയും ഒരുപോലെ കണ്ടിരുന്ന ആൾക്കാർക്ക് ഭഗവാന്റെ ആ പരമ ഉന്നതിയെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നു അല്ലെ. അപ്പം അവിടെ ഭഗവത്ഗീത ഉപദേശങ്ങൾ നമ്മൾ സ്വാംശീകരിച്ചെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്നും ഈ ശ്ലോകത്തിൽ പറഞ്ഞു തന്നു. എന്താണ്? വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ എന്നുകൂടി പറഞ്ഞു തന്നു. അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എല്ലാം സർവ്വതും എത്തിയിരിക്കുന്നത് അവിടെ നിന്നാണ്. അത് പക്ഷെ മനസ്സിലാക്കുന്നവർ വളരെ അപൂർവമാണ് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്.
അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ നമ്മൾ നമ്മുടെ ഉറക്കവും ഒക്കെ പോട്ടെ, നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ഉറക്കം കളഞ്ഞിട്ട് നമ്മൾ എല്ലാവരും സുഖമായിട്ട് നിദ്രയിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത്ര നാമം ജപിക്കുന്നു, കാര്യങ്ങൾ കേൾക്കാവുന്നതിന്റെ അത്രയും നമ്മൾ കേൾക്കുന്നു, ഭഗവത്ഗീതയെ കുറിച്ച് വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളിലേക്ക് എന്താണ്? നമുക്ക് വളരെയധികം ഒരു ആനന്ദം തരേണ്ടതാണ്. അപ്പൊ അവിടെ ആ ആനന്ദം കിട്ടുമ്പോൾ ഭഗവാൻ ആരാണ്? എല്ലാത്തിന്റെയും ചുവടാരാണ്? വാസുദേവ സർവ, നമ്മൾ എപ്പോഴും പറയണ്ട, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ടതാ വാസുദേവ സർവമിതി എന്നുള്ളത്. അപ്പൊ അത് നമ്മളുടെ മനസ്സിൽ ഗ്രഹിക്കാൻ നമുക്ക് കാരണമായി നമുക്ക് തന്നു കഴിഞ്ഞു ആര്? ശ്രീല പ്രഭുപാദർ. എപ്പോഴും നമ്മൾ പ്രഭുപാദരോട് എത്രമാത്രം നന്ദി ഉണ്ടാകണം. അപ്പൊ പ്രഭുപാദരോട് മാത്രമല്ല, നമ്മൾ ഈ ഒരു തട്ടിലേക്ക് എത്തിച്ച ഓരോരുത്തരോടെയും നമുക്ക് ആരാണ് ഇതിന് കാരണമായത്, ഇത് കേൾക്കാൻ കാരണമായി തീർന്ന വ്യക്തിയോട് നമ്മൾ എപ്പോഴും നന്ദി ഉണ്ടായിരിക്കണം. അതുപോലെ ഇതിന്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് തന്ന നാമജപത്തെ കുറിച്ച് നമ്മൾ തന്ന മഹാപ്രഭുവിനെ നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിൽ സ്മരിക്കണം. അതുപോലെ നമ്മളെ ഗുരുവായിട്ട് കിട്ടിയവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാതെ, അതുപോലെ നമ്മുടെ കയ്യിരിക്കുന്ന ഈ ഭാഗവതവും ഭഗവത്ഗീതയും, ഇത് നമ്മൾ എപ്പോഴും ഇതിന്റെ ആ മാഹാത്മ്യം നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത് കുഴപ്പമില്ല. നമ്മൾ സ്ത്രീകളാവുമ്പോൾ കൂടുതലും കിച്ചണിലാവും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്താണ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഭാഗ്യത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഇന്ന് ഏകാദശി ദിവസം ഇവിടെ 4 മണിക്ക് വന്നു, നാമം ജപിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു, എന്തെല്ലാം വായിച്ചു. അപ്പൊ ആ ഒരു കാര്യം നമ്മളിലുണ്ടാണ്. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ളത്, അധികാരവും അധികാരിയും അഭിന്നങ്ങളാകുന്നു. ഭഗവാൻ പ്രഭാതര് പറഞ്ഞു തന്നിരിക്കുന്നു, ആ ഭഗവാന്റേതാണ് ശക്തി. അപ്പം ശക്തിയും ശക്തിമാനും ഒന്ന് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞത്. പിന്നീട് എന്താണ്, ഇവിടെ നമ്മളിവിടെ കേൾക്കുന്നത് അർജുനന്റെ ആ ഭാവവ്യത്യാസം, ഭാവം മാറി. ഇതുവരെ നമ്മൾ കണ്ടിരുന്ന അർജുനെ അല്ല നമ്മളിപ്പോൾ കാണുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് എന്താണ് മാറ്റം ഉണ്ടായത്? ആരെങ്കിലും ഒന്ന് പറയൂ. ഹരേ കൃഷ്ണ, ഒന്ന് പറയൂ. ഞാൻ തത്ത പറയുന്ന പോലെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, നിങ്ങളുടെ കയ്യിൽ നിന്ന് വരണ്ടേ. ഭഗവാന്റെ രൂപം ബ്രഹ്മൻ, ബ്രഹ്മാത്മാവ്, പരമാത്മാവ്. പിന്നെ ഭഗവാന്റെ ഭൗതിക സങ്കല്പം ത്രിഗുണം, സത്യഗുണം, സത്വഗുണം, തമോ ഗുണം, രജോ ഗുണം. അപ്പൊ അർജുനനുണ്ടായ മാറ്റം എന്താണ്? അർജുനന് നോക്കട്ടെ, എന്താണ് മാറ്റം ഉണ്ടായത്? അതുവരെയും അർജുനൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? രജോ ഗുണം. സ്വജനങ്ങളാണ് എന്റെ മുമ്പേ നിൽക്കുന്നത്, എന്റെ ഗുരുവാണ്, എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള തമോ ഗുണത്തിലായിരുന്നു. അപ്പൊ അതെല്ലാം മാറി, നമ്മളിപ്പോ ഈ അതെല്ലാം മാറി ഭഗവാനെ ശരണം പ്രാപിച്ചു. തന്റെ ധർമ്മമാണ് ചെയ്യാൻ ഉള്ളതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തുടങ്ങി. ഭഗവാനെ ശരണാഗതി ഭാവിച്ചു. അതെ, ഭഗവത്ഗീതയിൽ ഇവിടെ ഇപ്പം ഈ ഒരു ശ്ലോകം നമ്മൾ പഠിച്ചതില് ഭഗവത്ഗീതോപദേശങ്ങളെ കൈക്കൊണ്ട ഉടനെ എന്ന് വെച്ചാൽ അതുവരെ എന്താണ്? അയ്യോ ഭഗവാൻ പോയല്ലോ, എന്നെ എത്ര ശ്ലോകം നമ്മൾ പഠിച്ചു ഇല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നിരുന്ന ഭഗവാൻ, ആ ഭഗവാൻ എൻ്റെ കൂടെ ഇന്ന് പോയല്ലോ, ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗാന്ധീപത്തിന് ശക്തി ഇല്ലാതെ ആയല്ലോ, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ ഏൽപ്പിച്ച ആ ഭാര്യമാരെ കൊണ്ട് എത്തിക്കാൻ എനിക്ക് നേരെ കഴിഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഓർത്ത് അർജുനൻ വിഷമിക്കുകയായിരുന്നു. പക്ഷേ ഭഗവത്ഗീതോപദേശങ്ങളെ കൈക്കൊണ്ട ഉടനെ ആ ഭഗവാന്റെ ഭൗതിക സങ്കല്പത്തെ തൽക്ഷണം സമൂലം നശിപ്പിച്ച് കളയാൻ കഴിഞ്ഞു. ഞാൻ ഭൗതിക സങ്കല്പത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ഭഗവാന്റെ 3 ശക്തികളെ കുറിച്ച് പറഞ്ഞു തന്നു. ഭൗതിക ശക്തിയെ കുറിച്ച് നമ്മൾ വിവരിച്ചു പഠിച്ചതാണ്. ഭൗതിക ശക്തി ഏതാണ്, ആത്മീയ ശക്തി ഏതാണ് എന്ന് പഠിച്ചു. അപ്പൊ അത് നമുക്കിവിടെ എടുക്കേണ്ട കാര്യമില്ല. ഭൗതികമായ സങ്കല്പത്തെ തൽക്ഷണം എന്താണ് നശിപ്പിച്ച് കളയാൻ കഴിയും. അപ്പൊ എന്താണ് അതുകൊണ്ട് സാധാരണ മാതാജീസ് ഒന്ന് പറയും, മാതാജീസ് ആൻസർ പറയാത്ത ആരായാലും ഒന്ന് പറയൂ, എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഭൗതിക സങ്കല്പത്തെ തൽക്ഷണം സമൂലം നശിപ്പിച്ചു കളഞ്ഞു. പ്രഭു മാത്രം പറഞ്ഞുകൊണ്ടായില്ല, ബാക്കി പ്രഭു ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഭക്തിശാസ്ത്രം എഴുതിയ ആൾ, അദ്ദേഹത്തിന് ഇത് പറഞ്ഞുകൊണ്ടായില്ല. ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ മാതാജി. അതായത് ഭൗതികതയിലെ അർത്ഥമില്ലായ്മ അർജുനന് ബോധ്യപ്പെട്ടു. അതാണ് ഭൗതിക ജീവിതത്തിന്റെ അർത്ഥമില്ലായ്മ. കാരണം ഭൗതികതയിൽ കാണുന്ന ഒന്നും തന്നെ
യാഥാർത്ഥ്യമല്ല എന്നുള്ള ബോധം. മനസ്സിലാക്കി. അത് ശരി. അത് ഒരു ഭാഗത്ത്. പിന്നെ ഇവിടെ ആ സങ്കല്പം, അവിടെ എന്താണ് ഉണ്ടായത്? ഇതുവരെയും അർജുനൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഭഗവാൻ എന്റെ കൂടെ ഇല്ലല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞു 1621 ആ ശ്ലോകത്തിലെ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു ഭഗവാൻ ഇതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഭഗവാൻ എന്നെ നഷ്ടപ്പെട്ടു. അത് ഇത്രയും നേരം അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭഗവാനെ കുറിച്ച് ഓർക്കാൻ കഴിയുള്ളൂ. അല്ലാതെ തന്നെ ആ ഭഗവത്ഗീത ഉപദേശങ്ങളിൽ കൂടി ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഭൗതികമായിട്ട് ഭഗവാൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഭഗവാൻ ഉണ്ടെന്ന് വിശ്വാസമുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഭഗവത്ഗീത നമ്മൾ കുറേ പഠിച്ചു. അപ്പം ഭൗതികമായിട്ട് ഭഗവാൻ നമ്മുടെ കൂടെ നിന്ന് അത് ചെയ്യും മറ്റേത് ചെയ്യുമെന്ന് പറഞ്ഞു തരാൻ നമുക്ക് പറ്റത്തില്ല. അതിനകത്ത് പറയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതാണ് സത്യമായിട്ടുള്ള ഓരോ ശ്ലോകത്തിലും പറഞ്ഞു തന്നിരിക്കുന്നത്. അതില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമം, രൂപം, ഗുണം, ലീല, നിർദ്ദേശങ്ങൾ, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ആര് കൂടെ ഉണ്ട്? ആരാണ് കൂടെ ഉള്ളത്? ആത്മീയമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഗുണവും നമ്മൾ ഓർക്കുമ്പോ തന്നെ, ഭഗവാൻ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് എന്താണ് തോന്നേണ്ടത്? ഭഗവാന്റെ രൂപം അല്ലെ? ഭഗവാന്റെ രൂപം. ഗുരുവായൂരപ്പനെ ഓർക്കാത്തത് ആരും കാണത്തില്ല അല്ലെ? അപ്പൊ ആ ഒരു രൂപം, ഗുണം, ലീല, ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും ഇല്ലേ? ആ ഒരു ഇതാണ് നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആ മയിൽപ്പീലി കണ്ണനായ ആ ഭഗവാനെ നമ്മുടെ മനസ്സിലേക്ക് രൂപത്തെ കുറിച്ച് ഓർക്കും, ഗുണങ്ങളെ കുറിച്ച് ഓർക്കും. അങ്ങനെ ആ ഭഗവാൻ കൂടെ ഇല്ലെങ്കിൽ എന്താണ്? നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ കൂടെ ഇല്ല എന്ന് നമുക്ക് പറയാനേ കഴിയില്ല. ആ സങ്കല്പം നമ്മളുടെ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പറയണം. പിന്നെ ഭഗവത്ഗീത ശ്രവണത്തിലൂടെ ആരംഭം കുറിക്കുന്ന ഭക്തിയുത സേവന പ്രക്രിയ മുഖേന അദ്വൈജ്ഞാനമായ ഭഗവാനെ അഥവാ നിരപേക്ഷനും പരിപൂർണനും പരമമായ ഭഗവാനെ മനസ്സിലാക്കുക വഴി ഈ ജീവിതത്തിൽ പോലും നമുക്ക് ദർശിക്കാൻ കഴിയും എന്നുള്ള ഉറപ്പ് നമ്മളിൽ എടുക്കണം. നമ്മൾ ഭാഗവതം പഠിക്കുന്നതുകൊണ്ടും ഭഗവത്ഗീത പഠിക്കുന്നതുകൊണ്ട് നമ്മൾ പഠിച്ചു, ഭഗവാന്റെ 3 ശക്തികളൊക്കെ പഠിച്ചു അല്ലെ? അന്തരംഗ ശക്തി പഠിച്ചു, ബഹിരംഗ ശക്തി പഠിച്ചു. ആ ബഹിരംഗ ശക്തി തന്നെ ഭൗതിക ശക്തി എങ്ങനെയാണ് പ്രകടമാകുന്നതെന്ന് പഠിച്ചു. എല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക വഴി ആ ഭഗവാനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പരീക്ഷ എഴുതി എല്ലാം പാസ്സായി നമുക്ക് ഭയങ്കര നോളജൊക്കെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഭഗവാനെ നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയണം. ഇന്ന് നമുക്ക് ഏകദേശമായിട്ട് നമുക്ക് ആ ഒരു ഇത് പ്രതിജ്ഞ എടുക്കുക. എപ്പോഴും എൻ്റെ അഹങ്കാരം ഞാൻ മാറ്റിവെക്കും. എനിക്ക് ജ്ഞാനമുണ്ടെന്നുള്ള ഒരു അഹങ്കാരമേ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഭഗവാനെ എൻ്റെ എല്ലാ ചരാചരങ്ങളിലും എല്ലാത്തിലും എൻ്റെ മുന്നിൽ ഭഗവാനുണ്ട് എന്ന ആ ഒരു രീതി ഞാൻ ഏറ്റെടുക്കും എന്നുള്ള ഒരു ചിന്താഗതി. നമുക്ക് വിഷമം വരുമ്പോഴും ഭഗവാൻ മുന്നിലുണ്ട്, സന്തോഷം വരുമ്പോഴും ഭഗവാൻ മുന്നിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അത് കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേതോദർപ്പണമാർച്ചനം മഹാദാവാഗ്നി നിർവാപണം ആ ഒരു ഇത് നമ്മുടെ ഉള്ളിക്കിടക്കുന്ന ആ പൊടിപടലങ്ങളെ, അഹങ്കാരമാണ്, എനിക്കതറിയാം ഇതറിയാം, ഞാൻ ഭയങ്കര മിടുക്കനാണ് മിടുക്കിയാണ് എന്നൊക്കെയുള്ള ആ ചിന്താഗതി അങ്ങ് മാറ്റി വെച്ചിട്ട് കണ്ണാടിയിൽ എന്താണ് പൊടിപടലങ്ങൾ പറ്റിയിരുന്നാൽ നമുക്ക് നമ്മുടെ മുഖത്തെ ശരിക്കും അതിൽ കൂടി കാണാൻ കഴിയത്തില്ല. കാരണം എന്താണ്? അവിടെ പൊട്ടുകളും പാടുകളും ഒക്കെ ആയിരിക്കും. അപ്പൊ അത് കണ്ണാടിയിൽ നോക്കി നമ്മുടെ മുഖത്തെ ശരിക്കും ദർശനം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പൊടിപടലം മാറണം. അതുപോലെ നമ്മുടെ മനസ്സിലിരിക്കുന്ന അഹങ്കാരത്തെ, ഞാനിപ്പോ എന്നെ തന്നെ ഞാൻ പറയുകയാണ്, മനസ്സിലിരിക്കുന്ന അഹങ്കാരത്തെ മാറ്റിത്തരാൻ ആ പരമകാരുണികനായ ഭഗവാനോട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ വിശോധത്തിൽ നിന്ന്, ആ ഉത്കണ്ഠകളിൽ നിന്ന്, മനസ്താപങ്ങളിൽ നിന്ന്, അതിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേരുന്നത്. ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരിത് നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ അഹങ്കാരം മാറി. അത് ഒരാളെ ഉദ്ദേശിച്ച് രണ്ടുപേരെ ഉദ്ദേശിച്ചല്ല, നമ്മളെല്ലാവരും ഇങ്ങനെയാണ്. നമ്മൾക്ക് എല്ലാ അഹങ്കാരമുണ്ട്. നമുക്കെല്ലാം ഇച്ചിരി അറിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാമെന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലും വരും. അതിനെ നമ്മൾ പാടെ തൂത്ത് കളയണം. നമുക്ക് എന്തെല്ലാം അറിയാവുമ്പോഴേ എന്തെല്ലാം പരീക്ഷകളൊക്കെ പാസ്സായി, ആ കൂട്ടത്തിൽ ഈ ആത്മീയമായിട്ടുള്ളതെല്ലാം പാസ്സായാലും ശരി, പക്ഷേ നമ്മൾ ഒന്നും ആയിട്ടില്ല എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഹരേ കൃഷ്ണ.
അതാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം. എന്താണ് നമ്മളെ രാമായണം പഠിക്കുന്ന അവസരത്തില് അവസാനം വന്ന ശത്രുഘ്നന്റെ ഭാവം എന്തായിരുന്നു? രാമൻ ഇല്ലല്ലോ എന്നുള്ള ആ ഭാവത്തോടുകൂടി എങ്ങോട്ട് തിരിഞ്ഞാലും രാമൻ ഇല്ലല്ലോ ഈ ചിന്തകളിൽ അങ്ങ് മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? രാമലീല അവതരിപ്പിച്ചിട്ട് രാമനെ കൂടെ നിർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു ശത്രുഘ്നന്റെ ഭാവം എന്ന് പറയുന്നത് ഏത് നിമിഷവും രാമൻ കൂടെ വേണം. അതുപോലെ നമുക്ക് ഭരതനെ കുറിച്ചും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ലക്ഷ്മണനെ കുറിച്ചും. പക്ഷെ ആ ഒരു ഭാവം നമ്മുടെ കൂടെ നിൽക്കണം എന്ന ഭാവം നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരണം. നമ്മൾ നമ്മുടെ സമയത്തിനെ വിലയുള്ളതാക്കി മാറ്റുക, ഓരോ ചിന്തകളിലും ഭഗവാനെ നിറയ്ക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത്. ആ ശുദ്ധമായ മനസ്സ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ആ വിശോകം, ആ ഒരു ഉത്കണ്ഠ അതെല്ലാം മാറിക്കിട്ടും. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് 32ലേക്ക് പോകാം. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിശമ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ ഗാഠമായി ചിന്തിച്ചിട്ട് ഭഗവത് മാർഗം, ഭഗവാനെ പറ്റി എന്ന് വെച്ചാൽ ഭഗവാൻ ആവിർഭവിക്കുന്നതിനെ കുറിച്ചും ഭഗവാൻ തിരോധാനം ചെയ്യുന്നതിനെ കുറിച്ചുമുള്ള മാർഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ ആ അവസാനം എന്താണ് എന്നുള്ളത്. ഏതിന്റെ അവസാനം? യദുരാജാവിന്റെ വംശത്തിന്റെ ആ കുലത്തിന്റെ സംസ്ഥാം എന്ന് പറഞ്ഞ അന്ത്യം. നമ്മള് സംസ്കൃത വാക്കാണ് സംസ്ഥാ, അന്ത്യം. ആ വംശത്തിന്റെ അന്ത്യം. സ്വ എന്ന് പറഞ്ഞാൽ ഭഗവത്ധാമം. സ്വഹ ഭഗവത്ധാമം. പാഥയേ പോകുന്ന വഴി. പിന്നെ മതി ആഗ്രഹം. ചക്രേ ശ്രദ്ധിച്ചു. നിഭൃതാത്മാ ഏകാന്തനായി. യുധിഷ്ഠിര മീൻസ് യുധിഷ്ഠിര മഹാരാജാവ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഓരോ വാക്കും കിട്ടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ശ്ലോകം പഠിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. അത് ഏറ്റവും നല്ല നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ എന്ന് ചോദിക്കും, ഇനിയാണോ ബുദ്ധി ഉറയ്ക്കുന്നത്? പക്ഷെ അതല്ല, നമ്മൾ കിട്ടുമ്പോൾ നമുക്ക് ആ ഒരു സംസ്കൃതത്തിലെ ഓരോ വാക്കുകളും നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ആ ഓരോ എക്സാംസ് എഴുതിയിട്ടുള്ളവർക്ക്, നമ്മൾ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓരോന്ന് എഴുതിയിട്ടുള്ളവർക്ക് അറിയാം. അത് പഠിക്കുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിലേക്ക് വേർഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപഥായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. നിഭൃതാത്മാ എന്ന് പറഞ്ഞാൽ ഏകാന്തനായി നിഭൃത ആത്മീകം. അതിന്റെ നമ്മളിവിടെ നിർത്തിയാണ്. അദ്ദേഹം വിശോക അഥവാ സർവ്വ ഉത്കണ്ഠകളിൽ നിന്നും മനസ്താപനങ്ങളിൽ നിന്നും സ്വതന്ത്രമായ അവസ്ഥ വിശേഷിക്കുന്നത്. ഭാഗവത്തിന്റെ പ്രത്യേകത ഏതാണ്? ഏതെങ്കിലും ഒരു ശ്ലോകത്തിന്റെ അവസാനം കൊണ്ട് നമുക്ക് ശ്രീലപ്രഭുപാദിൽ എന്ത് പറയുന്നു? അത് നിർത്തുന്നു അത് നിർത്തി അടുത്തയിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത ആ ശ്ലോകത്തിൽ നമുക്ക് തന്നിരിക്കും. അതിന്റെ എക്സ്പ്ലനേഷനിൽ നമുക്ക് തന്നിരിക്കും. അപ്പൊ ഈ ശ്ലോകം ഒന്ന് വായിച്ചട്ടെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ ഭഗവന്മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപദായ മദീം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. വിശാഖോ ബ്രഹ്മസമ്പത്യ സഞ്ചിന്നാദ്വൈത സംശയഃ ലീന പ്രകൃതിനൈർഗുണ്യ അലിംഗാദ്വാദ സംഭവഃ. ഹരേ കൃഷ്ണ. ഏത് ശ്ലോകം വായിച്ചത്? 31 വിശോകോ ബ്രഹ്മസമ്പത്യ. വിശോകം മാറി മാതാജി, വിശോകം മാറിയിട്ട് അർജുനന് തിരിച്ചു വന്നു. ഹരേ കൃഷ്ണ. സോറി, 32. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ ഭഗവൻ മാർഗം സംസ്ഥാം യദുകുലസ്യ ച സ്വപ്രദായ മതിം ചക്രേ നിഭൃതാത്മാ യുധിഷ്ഠിരഃ. ഹരേ കൃഷ്ണ. പേപ്പർ മാറിപ്പോയിട്ടു. അതെ, സ്വപഥായ മതിം ചക്രേ എന്നാണ് കേട്ടോ അതിന്റെ വിവർത്തനം. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പട്ട് ബൈ A.C. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്. ഗുരുദേവ് കി ജയ്.
ശ്രീകൃഷ്ണ ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയെന്നും യദുകുലവംശരുടെ ഭൂലോക പ്രാദുർഭാവത്തിന് അന്ത്യം സംഭവിച്ചു എന്നും മനസ്സിലാക്കിയ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭവനത്തിലേക്ക് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ നിശ്ചയിച്ചു. അപ്പം നോക്കൂ, ഭഗവാൻ പോയി കഴിഞ്ഞു എന്നറിഞ്ഞു. അപ്പൊ ഭഗവന്റെ കൂടെ വന്നവർക്ക് പിന്നെ ഇവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹമേ നഷ്ടമായി എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ തന്നെ യുധിഷ്ഠിര മഹാരാജാവിനെ അദ്ദേഹത്തിന് തിരിച്ചു പോകണം, സ്വഭവനത്തിലേക്ക് തിരിച്ചു പോകണം, ഭഗവത് ധാമത്തിലേക്ക് അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം? അവരെവിടെ നിന്നാണ് വന്നത്? ആ ധാമത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വ്യക്തികൾ പലതരത്തിലുണ്ട്. അപ്പം മനുഷ്യരെ 3 തരം തിരിച്ചിട്ടുണ്ട്. ആരൊക്കെയാണെന്നൊന്ന് പറയാമോ ആർക്കെങ്കിലും? 3 വിധം ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാ. പറയട്ടെ മാതാജി. പ്രഭു പറഞ്ഞോളൂ. വേറെ ആരും പറയുന്നില്ലെങ്കിൽ പ്രഭു, കാരണം പ്രഭു ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ദുഷ്കൃതി, നരാധമ, ഭഗവത്ഗീതയിൽ ആസുരിക. അത് 3 ഭഗവത്ഗീതയിൽ നമ്മളെ എന്താണ് മനുഷ്യരെ വേർതിരിച്ചു പറഞ്ഞിട്ടുള്ളവര്. ഇനി നമ്മൾ സാധാരണ മനുഷ്യര് ഭഗവാന്റെ അടുത്ത് നിന്ന് വന്നവര്, ഭഗവാന്റെ അടുത്ത് നിന്ന് വന്ന ആൾക്കാരെ നമ്മൾ 3 തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? ഇപ്പം നിത്യബദ്ധരെന്നും നിത്യമുക്തരെന്നും നിത്യബദ്ധരെന്നും നിത്യമുക്തരെന്നും പിന്നെ ഭഗവാന്റെ കൂടെ വരുന്നവരെ പാർഷദരെന്നും. മനസ്സിലായി? അപ്പം നിത്യബദ്ധർ എന്ന് പറയുന്നത് ഭൗതികതയിലേക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് ഭൗതികത വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ നിന്നപ്പം ഭഗവാൻ പറയുന്ന ഭഗവാനോട് അസൂയ തോന്നിയെന്ന്. കാരണം ഈ ഭൗതികമായ ഈ ഭൗതികതയിലുള്ള ഈ കളേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ സന്തോഷം, ഈ ആനന്ദം ഒക്കെ ഏതാണ്ട് നിത്യമാണെന്ന് കരുതി നമ്മൾ 1 മിനിറ്റ് ഒന്ന് ആലോചിച്ചു പോയി. അതേ ശ്രീല പ്രഭുപാദർ ഒരു പർപ്പോട്ടി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടത് എങ്ങനെ, ഭഗവാൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വിട്ടത് അങ്ങ് ബ്രഹ്മാവായിട്ടാ വിട്ടത്. ബ്രഹ്മാവായിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വരാനാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടുന്ന് താഴോട്ട് പോയി നമ്മൾ ഈ നിലയിൽ ഇങ്ങനെ കോടാനുകോടി വർഷങ്ങൾ ഇവിടെ കിടന്നങ്ങ് തിരിച്ചു പോകണമെന്നൊരു ചിന്തയില്ല. ആരെ പോലെ ഇന്ദ്രൻ പന്നിയായി വന്നതുപോലെ. ഞാൻ നേരത്തെ എക്സാമ്പിൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ നിത്യബദ്ധരായിട്ടുള്ള ആൾക്കാർ ഭൗതികതയിൽ വരുന്നുണ്ട്. പക്ഷെ അവരങ്ങ് നിത്യമായിട്ട് ഇവിടെ കിടക്കുമോ? അവർ തിരിച്ചു പോകുമോ? ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നിത്യബദ്ധരായിട്ട് നമ്മൾ ഇവിടെ വന്നു, നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമോ? നമ്മൾ എറ്റേണലി ഡൂണ്ടാണ് അല്ലേ? അങ്ങനെ എന്നാൽ ഭൗതികതയിൽ വന്നത് എന്തുകൊണ്ട് അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കുന്നു? അപ്പൊ ശ്രീലപ്രഭുപാദയുടെ ഇതുകൊണ്ട്, അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് ഒക്കെ നമുക്ക് ചിലപ്പോൾ തിരിച്ചു പോകാൻ കഴിഞ്ഞേക്കും അല്ലേ? കഴിഞ്ഞേക്കുമെന്നല്ല, കഴിയും. നമ്മൾ അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാൻ തീർച്ചയായിട്ടും കഴിയും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ അതൊന്നും ചിന്തിക്കുന്നില്ല. എന്തുകൊണ്ട് നിത്യബദ്ധരെന്ന് പറയുന്നു? നിത്യബദ്ധരെന്ന് എന്തുകൊണ്ടാ പറയാൻ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാല് ഭൗതികതയിൽ വന്നിട്ട് ഒരുപാട് കാലമായി വന്നിട്ട് എന്തൊക്കെയായിരുന്നു നമ്മളെന്ന് നമുക്കൊന്നും അറിയില്ല. ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് തിരിഞ്ഞ് ദുഷ്കൃതിയായിട്ടോ സുഹൃതിയായിട്ടോ ഒക്കെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടേയിരുന്നു. എന്ന് വന്നെന്നറിയില്ല, എന്ന് പോകുമെന്നും അറിയില്ല. ആ ഒരു ചിന്തയിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെ നിത്യബദ്ധരെന്ന് പറയുന്നത്. പക്ഷെ നിത്യബദ്ധരെന്ന വാക്കുപയോഗിക്കും, എറ്റേണലി ഡൂംഡ് എന്ന വാക്കുപയോഗിക്കുമെങ്കിലും എറ്റേണലി എന്ന് പറയാൻ നിത്യമായിട്ട് നമ്മൾ ഇവിടെ പഠിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമെങ്കിലും, പക്ഷെ നമുക്കും ഭഗവാൻ ഒരു ചാൻസ് തന്നിട്ടുണ്ട്, കാരുണ്യമുണ്ട് ഭഗവാന്റെ. നമുക്കും തിരിച്ചു പോകാൻ കഴിയും. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം അല്ലെ? എങ്ങനെയാണെന്നുള്ളത് അതിന് എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? അത് ആരെങ്കിലും മാതാജീസ് ഒന്ന് പറയൂ, എങ്ങനെ തിരിച്ചു പോകാൻ കഴിയും? ഭഗവത് സേവനം ചെയ്തു, സേവനത്തിലൂടെ. ഒന്നാമതായിട്ട് എന്താ? ഹരേർനാമ ഹരേർനാമൈവ കേവലം അല്ലേ? നാമജപത്തോടുകൂടി. പിന്നെന്താണ്? ഭക്തിയുത സേവനം, ഗുരുക്കന്മാരുടെ കാരുണ്യം, മറ്റുള്ളവർ എന്താണ് ഏറ്റവും വലുത് വിനയത്തോടുകൂടി നമ്മൾ മറ്റുള്ളവരെ ശ്രമിക്കാം. നമ്മുടെ മനസ്സിനെ എന്താക്കി മാറ്റുക? വളരെ വിനയമുള്ളതാക്കി മാറ്റുക.
നമുക്ക് അഹന്ത എന്ന് പറയുന്നത് പറിച്ചു കളയുക നമ്മുടെ മനസ്സിൽ നിന്ന്. അതുപോലെ തന്നെ ശുദ്ധമായ മനസ്സ്, അതാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ളത്. ബാക്കി നമ്മൾ കുറച്ച് നാമം ജപിച്ചെന്നിരിക്കുക എല്ലാം ചെയ്യും. ആ മനസ്സിനെ ശുദ്ധമാക്കുക, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ എന്നെങ്കിലും നമുക്ക് പറ്റും അല്ലേ? അങ്ങനെ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. പക്ഷേ എന്റെ വാക്കെന്താണ്? നമ്മൾ ഓർക്കണം, നമ്മൾ നിത്യബദ്ധരാണ്, നമുക്ക് പോണം, നമുക്ക് പോകേണ്ടതുണ്ട്. എന്റെ മഹാരാജ് എപ്പോഴും പറയുമായിരുന്നു, എന്നും നമ്മൾ ഓർക്കണം, എന്താണ്, എനിക്ക് പോകേണ്ടതുണ്ട്, എനിക്ക് പോകേണ്ടതുണ്ട് എന്ന ചിന്താഗതിയോടുകൂടി വേണം നമ്മൾ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാനെന്ന് പറയുമായിരുന്നു. നിത്യബദ്ധരാണ്. പിന്നെ നിത്യമുക്തർ എന്ന് പറയുമ്പോൾ എന്താണ്? അവര് സാധാരണയായിട്ട് ഇവിടെ ഈ ലോകത്തേക്ക് വരുന്നില്ല, ചിലപ്പോൾ അവർ വരികയും ചെയ്യും. അപ്പൊ അവര് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഭഗവത് സേവയ്ക്ക് വേണ്ടിയാണ് വരുന്നത്. ഇപ്പം ഗരുഡനെ അല്ലെങ്കിൽ വിശ്വക്സേനൊക്കെ ഇവിടെ വരേണ്ട വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല അവർ വരുന്നത്, ഭഗവത് സേവയ്ക്ക് വേണ്ടി അവരിവിടെ വരാറുണ്ട്. അപ്പൊ അവര് നിത്യമുക്തരാണ്, അവര് ഭഗവത് സേവയ്ക്ക് വേണ്ടി ഇവിടെ വരും. പിന്നെ പാർഷദന്മാരുണ്ട്, അവര് എന്താണ്? അവര് ഭഗവാനെ പോലെ തന്നെ ഉള്ളവരാണ്, ഭഗവാന്റെ രൂപമാണ് അവർക്കുള്ളത്. 5 എന്താണ് മോക്ഷപ്രാപ്തിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ അതെല്ലാം എടുത്തിട്ടുള്ള, ഇനി ഞാനത് പറയുന്നില്ല. സാരോഗ്യം, സാരൂപ്യം, സമീപ്യം അല്ലെ, സാഷ്ടി, ഇതൊക്കെ എല്ലാം അറിയാവുന്നതാണല്ലോ. അതിൽ നമ്മൾ ഏതിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കാത്തത്? ഏതിനാണ്? എത്ര തരം മോക്ഷങ്ങളാണുള്ളത്, മോക്ഷമാർഗങ്ങളാണുള്ളത്? 5. എന്തൊക്കെയാണത്? ആദ്യത്തെ ഏതാ? സാരോഗ്യം, സാരൂപ്യം, സാമീപ്യം, സായുജ്യം, സാഷ്ടി, ലാസ്റ്റിലേത് സാഷ്ടി. സായുജ്യത്തിന് നമ്മൾ വലിയ പ്രാധാന്യം ഭക്തന്മാർ കൊടുക്കാറില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? സായുജ്യത്തിൽ തന്നെ കിടക്കേണ്ടി വരും. സായുജ്യത്തിന് കിട്ടിപ്പോയാലും ശരി, നമുക്ക് തിരിച്ചു വരേണ്ടി വരും. അടുത്ത ബ്രഹ്മാവ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രഹ്മാവിന്റെ കൂടി ഇവിടെ എത്തിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രൂപ്പിൽ ഒരുപാട് ദിവസം അതൊക്കെ എടുത്തതാണ് നമ്മൾ. അപ്പൊ ഈ ലോകത്ത് വരേണ്ട കാര്യമില്ലാത്തവർ വരുന്നുണ്ട്. പിന്നെ പാർഷദരാണെങ്കിൽ ഭഗവാൻ എപ്പം വരുന്നോ അവരുടെ കൂടെ വരും. അതാണ് പാർഷദന്മാരെന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. നമ്മളെ എന്താണ്, ഭഗവാൻ പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും എനിക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതി അദ്ദേഹം പോകാനായിട്ട്, ആരാ പോകാൻ ഒരുങ്ങിയത്? യുധിഷ്ഠിരൻ. ധർമ്മപുത്രരെ പോകാൻ ഒരുങ്ങി. അപ്പൊ ഭഗവാൻ തന്നെ എപ്പോഴൊക്കെ, ഭഗവാൻ ഏത് സമയത്ത് വേണേലും ഭഗവാൻ ഇവിടെ വരാം. ഏത് അവതാരങ്ങളെടുത്ത്, എത്ര അവതാരങ്ങളെടുത്താണ് ഭഗവാൻ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഭഗവാൻ എപ്പോഴും ഇവിടെ ആവശ്യം എപ്പോഴുണ്ടാകുന്നോ ആ ആവശ്യത്തിനനുസരിച്ച് ഭഗവാനെ ആരും നിയന്ത്രിക്കുന്നില്ല. ഭഗവാൻ ഇഷ്ടം പോലെ ഇവിടെ വരാം. എന്താണ്? അജോപിസൻ അഭ്യാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സാമധിഷ്ഠായ സംഭവാമി ആത്മമായ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ അഖില രസാമൃതമൂർത്തിയായ ഭഗവാൻ, ആ ഭഗവാൻ എപ്പോഴും സദാ പ്രീതിയുള്ള ഭഗവാൻ, ഭഗവത് ഭക്തരോട് സദാ പ്രീതിയുള്ള ഭഗവാൻ. ആവശ്യം എപ്പോൾ വരും, എന്റെ മക്കൾ അവിടെ കഷ്ടപ്പെടുന്നു, ആ മക്കൾക്ക് അധർമ്മം ധർമ്മത്തെ ഓവർകം ചെയ്യുന്നു, അപ്പോൾ ഭഗവാൻ ഇവിടെ വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മളെ മാതാജി. അന്നേരം ഈ യുധിഷ്ഠിരൻ സ്വധാമത്തിലേക്ക് പോകാൻ എന്ന് വിചാരിക്കുമ്പോ പോകാൻ പറ്റുമോ? അവരൊക്കെ അങ്ങനെയാണ് മാതാജി. അവരൊക്കെ പാർഷദരാണ്, ഭഗവാന്റെ കൂടെ വന്നവരല്ലേ. അവരെ തിരിച്ചു പോകാനുള്ള മാർഗങ്ങള് ഭഗവാൻ തന്നെ എടുത്തോളും. അതിന് ഒരു പ്രത്യേകതയില്ല. കാരണം എന്ന് വെച്ചാൽ ഭഗവാനാണ് കൊണ്ടുവന്നിരിക്കുന്നത്, ഭഗവാന്റെ കൂടെ വന്നവരാണ്, അവർക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകാം. അത് തിരിച്ചാ അവർക്ക് പോകാം. ഭഗവാൻ പോയി കഴിഞ്ഞു പിന്നെ അവരിവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ചിന്താഗതി. അതുകൊണ്ടല്ലേ ദ്വാരകയിലുള്ള നമ്മള് ഇപ്പൊ ഇതിനകത്ത് തന്നെ അതൊക്കെ പറയുന്നുണ്ട്. ആവിർഭാവ തിരോധാന ദൗത്യം പൂർണ്ണമായും പരമേച്ഛയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അവർക്ക് പോകാൻ ഇഷ്ടപ്പെടുമ്പോൾ പോകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് അവർക്ക് തിരിച്ചു പോകാൻ കഴിയും. ഭഗവാന്റെ ആവിർഭാവവും ഭഗവാന്റെ തിരോധാനവും ഒരിക്കലും ആരും നിശ്ചയിക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? പ്രകൃതിയും അജോപിയാണ്, അജനാണ്, എന്നും ഇവിടെ നിൽക്കാൻ കഴിവുള്ള ആളാണ്. വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, പോകണമെങ്കിൽ പോകാം, ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കും. ജന്മകർമ്മചമേ ദിവ്യം
ഏവം യോ വേത്തി തത്വതഃ തിക്വാ ദേഹം പുനർജന്മ നീതി മാമേതി സ്വാർജുന എന്ന് ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചു. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും എന്റെ പ്രവൃത്തികളുടെയും ഒക്കെ അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചിട്ടുള്ളവർക്ക് ഈ ലോകത്തിൽ വീണ്ടും പിറക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ ദേവകീദേവിക്കോ യശോദാമാതാവിനോ അല്ലെങ്കിൽ അവരുടെ കൂടെ വന്ന ഗോപികമാരൊക്കെ ഈ വൃന്ദാവനത്തിൽ വന്നിരുന്ന് കൃഷ്ണൻ പോയെന്നും പറഞ്ഞ് കരയേണ്ട, ഉദ്ധവരുടെ അടുത്ത് കരയേണ്ട യാതൊരു ആവശ്യമില്ല. അവരൊക്കെ വന്നത് എന്തിനാണ്? ഭഗവാന്റെ സേവയ്ക്കാണ്. ഭഗവാനോടൊപ്പം വരിക, അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്തിട്ട് പോവുക. അപ്പം ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, എന്റെ അതീന്ദ്രിയ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് പിന്നെ ഇവിടെ വരേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷെ അവര് വരുന്നു, അവര് തിരിച്ച് എന്നോടൊപ്പം തിരിച്ചു പോവുക. ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടിട്ടാണല്ലോ ദ്വാരകയിലുള്ള വാസികളെ, അത്രയും വലിയ കുടുംബം, എത്ര ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാം ഏതെങ്കിലും വിധത്തിൽ തിരിച്ചു വിട്ടിട്ടാണ് ഭഗവാൻ. അപ്പൊ ഇവരൊക്കെയും സ്വമേധയാ തിരിച്ചു പോകുന്നവരാണ്. വസുദേവരൊക്കെ പോയതൊക്കെ പിന്നീടല്ലേ. അപ്പൊ അങ്ങനെ ആ ഒരു ഭഗവാന്റെ പരമേച്ഛയാണ് ഇതിനെല്ലാം കാരണം. അപ്പം നിയമങ്ങൾക്ക്, ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി ജനിക്കാനോ മരിക്കാനോ നമ്മളെ പോലെ ഒരു പരമശക്തിക്കും വിധേയമായിട്ട് വരേണ്ട കാര്യം ഭഗവാൻ ഇല്ല. അന്തർധാനം ചെയ്യുന്നതും ഭഗവാന്റെ ഇഷ്ടത്തിനാണ്. ഭഗവാന്റെ ഇഷ്ടമുള്ളവരെ, ഭഗവാന്റെ കൂടെ വന്നവരെ തിരിച്ചവിടെ എത്തിക്കുന്നതും ഭഗവാൻ തന്നെ ആണേ. അപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ എന്താണ്? എല്ലാ സ്ഥലത്തും നമുക്ക് സൂര്യനെ കാണാൻ കഴിയും. സൂര്യന് സ്വേച്ഛയാൽ പ്രത്യക്ഷനാകാനും അപ്രത്യക്ഷനാകാനും കഴിയുന്നു. അപ്പം ഈ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ വന്ന് പ്രത്യക്ഷനായി നമ്മളെ കാണിച്ച് താഴോട്ട് പോയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് കിഴക്ക് വരാവുന്നൊന്നുമില്ല. അദ്ദേഹത്തിന് എന്താണ്, സൂര്യദേവൻ പേർസാൻ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളെ കാണിച്ചിട്ട് അവിടെ വന്ന് താഴുന്നത് കാണിച്ചിട്ട് ഞാനിവിടെ പൊങ്ങാമെന്നൊന്നും ഏറ്റിട്ടില്ല. ഭഗവാൻ സൂര്യൻ എവിടെ വേണമെങ്കിലും. പക്ഷെ അതിന് സൂര്യനെ ആരാണ്, അതിന്റെ സമയപരിധി എങ്ങനെയാണ്, അതൊക്കെ എവിടെ നിന്ന് വന്നിരിക്കുന്നു? യച്ചക്ഷുരേഷ സവിദാസ കരഗ്രഹാണ രാജാ സമസ്ത സുരമൂർത്തിരശേഷ തേജാഹ യസ്യജ്ഞയാ ഭ്രമതി സംവൃത കാലചക്രോ ഗോവിന്ദം അതിപുരുഷം തമഹം. ആരുടെ ആജ്ഞ അനുസരിച്ചാണോ? യസ്യജ്ഞയാ ഭ്രമതി സംവൃത കാലചക്രോ, ഈ കാലചക്രത്തിൽപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൂര്യൻ അവിടെ ഉദിക്കുന്നു, എവിടെ ഉദിക്കുന്നു. ഇവിടെ സൂര്യൻ നേരം എടുത്തതേ ഉള്ളൂ. നമ്മൾ ആസ്ട്രേലിയയിലോ അങ്ങനെ ആ ഭാഗത്ത് ഗ്രീൻലാൻഡ് ആ ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഉച്ചയായി കഴിഞ്ഞു. അതേ സമയത്ത് വേറൊരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നേരം വെളുത്തിട്ടില്ല, ഇല്ലേ? ഗൾഫ് രാജ്യങ്ങളിൽ പോലും 1.5 മണിക്കൂർ പുറകോട്ട. അപ്പൊ അങ്ങനെ പലയിടത്തും അതുപോലെ ഇവിടെയാണെങ്കിൽ നമ്മൾ 6 മണി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ ഭാഗ്യമുള്ളവരാണ്. എന്താണ്, 6 o'clock അല്ലെങ്കിൽ 6:30 അല്ലെങ്കിൽ 7 മുമ്പേ നമുക്ക് സന്ധ്യയാകും. ചില സ്ഥലത്തൊക്കെ സമ്മർ വരുമ്പോഴത്തേക്ക് 9:30, 10 ഒക്കെ ആവും സൂര്യൻ മാറുമ്പോഴത്തേക്ക്. അങ്ങനെ സമയപരിധി പോലും അദ്ദേഹത്തിൻ്റെതല്ല. സൂര്യനെ എല്ലാം യച്ചക്ഷുരേഷ സവിദാസ കലഗ്രഹാണ്. അങ്ങനെ എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ബാക്കിയുള്ള ഭക്തന്മാരെല്ലാം പ്രവർത്തിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരേ ഭഗവാൻ അസംഖ്യം ദിവ്യപ്രകൃതികൾ സ്വീകരിക്കുന്നു. അപ്പം കൃഷ്ണൻ പരമപുരുഷനാണെന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആരെ? ശ്രീലപ്രഭുപാദര് നമുക്ക് ഇപ്പം ഈ ബുക്കിൽ കൂടി നമുക്ക് കിട്ടി. അതുപോലെ പരബ്രഹ്മ സ്വരൂപമാണെങ്കിൽ അങ്ങനെയുള്ള ആ പരബ്രഹ്മ സ്വരൂപവുമായി ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഭഗവത് കാരുണ്യം നമ്മളിലേക്ക് വരും. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാൻ വരികയോ പോവുകയോ ചെയ്തോട്ടെ. പക്ഷെ ആ ഭഗവാന്റെ കാരുണ്യം നേടാനായിട്ട് നമ്മൾ ഭഗവാനെ അറിയാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ഭഗവാൻ പരമമാണെന്ന് ഇതുവരെ അറിയത്തില്ല. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് ആണ് ഭഗവാൻ എന്ന് എത്ര പേർക്ക് അറിയാമായിരുന്നു? വളരെ കുറച്ച്, ആർക്കും അറിയില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അങ്ങനെ അറിവില്ലാതെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഭാഗവതമൊക്കെ നല്ലപോലെ മലയാളം ഭാഗവതമൊക്കെ ശരിയായിട്ട് നല്ല ഈണത്തിലും രാഗത്തിലും ഒക്കെ നമ്മൾ വായിക്കും, അല്ലെ? പക്ഷേ നമ്മളെ ഈ തേൻ കുപ്പി എടുത്തിട്ട് തേൻ എടുക്കാതെ അതിന്റെ അടപ്പ് തുറക്കാതെ അതിന്റെ പുറം നക്കിയാൽ എന്ത് കിട്ടും നമുക്ക്? അതുപോലെയാണ് നമ്മള് ഈ കാര്യങ്ങൾ നമ്മളെ യഥാർത്ഥ നോളജിന് വേണ്ടി, അറിവിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനകത്തുള്ളത് എന്താണ്, തേനാണ്, അതിന് മധുരമുള്ളതാണ് എന്ന് അറിയണമെങ്കിൽ അകത്തേക്ക് കടക്കണം. അതിൽ പറഞ്ഞിട്ടുള്ളവരെ, വേണ്ട രീതിയിൽ പറഞ്ഞിട്ടുള്ളവരെ നമ്മൾ സമീപിക്കണം. അപ്പോൾ മാത്രമേ നമുക്കത് അറിയുള്ളൂ. അപ്പം മുക്താത്മാക്കൾക്ക് ജനനം, മരണം, വാർദ്ധക്യം, രോഗം എന്നിവയുടെ കഠോര വേദന അനുഭവിക്കാതെ നിത്യമായി ജീവിക്കാൻ കഴിയുന്നു. നമ്മളും മുക്താത്മാക്കളും
തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പൊ അവരെവിടെയാണ് പോകുന്നത്? അപ്പം ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, ഭഗവാന്റെ അചിന്ത്യമായ ശക്തിയാൽ ഭഗവാന്റെ അതീന്ദ്രിയ ആവിർഭാവത്തെയും അന്തർധാനത്തെയും കുറിച്ച് യഥാർത്ഥമായി ഗ്രഹിക്കുന്ന ഏതൊരുവരും വൈകുണ്ഠ ലോകങ്ങൾ സ്ഥിതി ചെയ്യുന്ന നിത്യലോകത്തിൽ നിവിഷ്ടനാകാനും ജനിമൃതി നിയമങ്ങളിൽ നിന്നും മുക്തനാകാനും കഴിയും. അതാണ് ഇവിടെ ഭഗവത്ഗീതയിൽ ആദ്യോഭിസൻ അവ്യാത്മാ ഭൂതാനാമി ഈശ്വരോഭിസൻ അത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ. അതൊക്കെ അതിന്റെ പർപ്പോർട്ട് എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ള മുക്താത്മാക്കൾക്ക് ജനനമോ മരണമോ വാർദ്ധക്യമോ രോഗമോ കഠോരവേദനയോ ഇതൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇതൊന്നും അവർക്കൊരു കാര്യമായിട്ട് തോന്നുകയില്ല. ഇപ്പൊ നമുക്കൊരു തലവേദന വരുമ്പോഴത്തേക്ക് എനിക്കിന്ന് ക്ലാസ് എടുക്കാൻ വയ്യ, അല്ലെങ്കിൽ എനിക്കിന്ന് കിച്ചണിൽ കയറാൻ വയ്യ, അല്ലെങ്കിൽ എനിക്കത് വയ്യ, നമ്മളത് അനുഭവിക്കാൻ നമ്മളെ വേദനയായിട്ട് കിടക്കും. ഇതിനൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് വേദന അനുഭവിക്കുന്നില്ല, അവർക്കത് ഉണ്ടാകുന്നില്ല. കാരണം അവരുടെ മനസ്സ് നിറച്ച് ഭഗവാനാണ്. അങ്ങനെ ആത്മീയ ലോകത്തിൽ വാർദ്ധക്യമോ രോഗമോ മരണമോ ഇതൊന്നും ഇല്ല, അവർക്കിതൊന്നും ഇല്ലതാനും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാനും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ പ്രേമയുദ്ധ സേവനത്തിൽ ശാശ്വതമായി നിരതരായിരിക്കുന്നവരും നിത്യയോ. നമുക്കറിയാം ഭഗവാന്റെ ഏതെങ്കിലും ഒരു വയസ്സി എന്ന ഫോട്ടോ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിലുണ്ടോ? എന്നും എന്താണ് കംസനെ കൊന്നിട്ട് എവിടേക്ക് പോയി, പിന്നെ പഠിക്കാൻ പോയി അല്ലേ? പഠിക്കാൻ പോയിട്ട് വന്ന രൂപമാണ്. പഠിക്കാൻ പോയിട്ട് വരുമ്പോഴേ എന്ത് ചെയ്യുന്നു? എൻ്റെ അച്ഛനെയും അമ്മയും അവിടെ ഞാൻ ഒറ്റപ്പെടുത്തിയിട്ടാണ് പോകുന്നത്. എൻ്റെ ഗോപികമാരുണ്ട്, ഗോപന്മാരുണ്ട്, കാണാൻ പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. പക്ഷേ പോകാൻ ആരും സമ്മതിക്കില്ല. ആ സമയത്ത് അദ്ദേഹം എന്താണ് അവിടെ കാര്യങ്ങൾ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, എങ്ങനെ പോകണമെന്നറിയില്ല എന്നുള്ളത് രോഹിണി ദേവിയോട് ആലോചിക്കുന്നു. രോഹിണി ദേവിയാണ് പറയുന്നത്, ഇവിടെ നിന്ന് എന്തായാലും വസുദേവരി അവരും വിടത്തില്ല, പോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാ ചോദിക്കും, ഭഗവാന് പൊക്കൂടെ എന്ന് ഒരു ചോദ്യം വരാം. പക്ഷെ അങ്ങനെ ഭഗവാൻ കർമ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം, കർമ്മം ഭഗവാൻ ഒന്നുമില്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആരെ വിടുന്നു? ഉദ്ധവരെ അങ്ങോട്ട് വിടുന്നു. കാരണം ഉദ്ധവരെ വിടാൻ കാരണം ഉദ്ധവർ അത്ര വലിയ എന്താണ് ഭക്തനാണ്, അത്രമാത്രം ഭഗവാനെ തന്നെയാണ്. കാരണം ഒരു ദിവസം ഭഗവാൻ ഉടുക്കുന്ന വസ്ത്രങ്ങളാണ് നെക്സ്റ്റ് ഡേയിൽ ഉദ്ധവർ ഉടുക്കുന്നത്. ഉദ്ധവരെന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് പിള്ളേരെല്ലാം ഓടിക്കളിച്ച് കളിക്കുന്ന അവസരത്തില് ഉദ്ധവരെന്ത് ചെയ്യും? വീട്ടിൽ പോയി പൂജ ചെയ്യും, ഭഗവാനെ പ്രാർത്ഥിക്കും. തൻ്റെ കസിനാണെന്നൊന്നും ചിന്തിക്കത്തില്ല. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഭക്തനാണ് ഉദ്ധവർ. അതുകൊണ്ടാണ് ഉദ്ധവരെ പറഞ്ഞ് വിടുന്നത് അവിടേക്ക്, ഗോപികമാരുടെ അടുത്തേക്ക്. അവിടെ ചെന്നപ്പോൾ ഉദ്ധവർക്ക് പറ്റിയതൊക്കെ ഞാൻ പറഞ്ഞതാണ്. എന്താണ് അവരുടെ ആ ലീലകൾ, അവരുടെ പ്രേമം ഭഗവാനുള്ള കണ്ടപ്പോഴത്തേക്ക് ഉദ്ധവരൊന്നും അല്ലെന്ന് മനസ്സിലായി. അവരുടെ കാല് ചവിട്ടുന്ന ഒരു ഗുൽമലതയായിട്ടെങ്കിലും അവിടെ കിടക്കാൻ കഴിഞ്ഞെങ്കിലെന്ന് ഇന്നും ഗുൽമലതയുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഉദ്ധവർ മാറിപ്പോയി. ആ ഭക്തിയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പൊ അങ്ങനെ അവിടെ ഭക്തരെല്ലാം എങ്ങനെയുള്ളവരാണ്? ജനനമില്ലാത്തവർ അവർക്ക് മരണവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ ഭഗവാന്റെ ആവിർഭാവത്തെയും അന്തർധാനത്തെയും കുറിച്ച് പരമാർത്ഥമായി മനസ്സിലാക്കുക വഴി മാത്രം ഒരുവനെ നിത്യജീവിതത്തിന്റെ പരിപൂർണാവസ്ഥ പ്രാപ്തമാക്കാൻ കഴിയുന്നു. അപ്പൊ അത് മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നോളജ് ഈ ഭഗവത്ഗീത പഠിച്ചതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് മഹാരാജാവ് യുധിഷ്ഠിരൻ തിരിച്ചു പോകാൻ തയ്യാറായി. അവർക്ക് തിരിച്ചു പോകേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് പോകുന്നു. നമുക്കും പോകണം എന്നുള്ളത് അവർക്ക് മാത്രമല്ല നമുക്കും പോകേണ്ടതുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളിൽ ഏർപ്പെട്ട യദുവംശജർ അദ്ദേഹത്തിന്റെ ശാശ്വത സേവകരല്ലാതെ മറ്റാരുമല്ല എന്നിവിടെ ഉറപ്പിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ ഭ്രാതാക്കളും മാതാവും അവരെല്ലാവരും തന്നെ ആ സഹചരന്മാരാണ്. അഥവാ സേവകരുടെ ആവിർഭാവവും തിരോധാനവും അതീന്ദ്രിയമാണ്. ആവിർഭാവത്തിന്റെയും തിരോധാനത്തിന്റെയും അഗോചരമായ സവിശേഷരാജ സംക്രാന്തരാകുന്നത്. അപ്പം നമുക്ക് അവരെന്തിനു പോയി, അവരെങ്ങനെ വന്നു, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അവരൊക്കെ ഭഗവാന്റെ കൂടെ എപ്പോഴുമുള്ള ആൾക്കാരാണ്. അത്രമാത്രം ഉന്നതി അവർ നേടിയെടുത്തവരാണ്. നമ്മളും അവിടെ നിന്നവരാണ്. പക്ഷേ നമ്മൾക്ക് മാനസികമായി ഇങ്ങോട്ട് പോരണമെന്ന് തോന്നി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ നമുക്ക് ഇപ്പോഴും ഇഷ്ടമില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരോടെ ചോദിച്ചാലും മരണമെന്ന് കേൾക്കുന്നത് പോലും ഭയമായിരിക്കും അല്ലെ? അപ്പൊ നമ്മള് എന്താണ് ചെയ്യേണ്ടത്? ആ ഒരു രീതിയിൽ ഭഗവാനെ അറിയാനെങ്കിലും ശ്രമിക്കുക. അതുകൊണ്ടാണ് ജന്മകർമ്മചമേ ദിവ്യം ഏവം യോവേത്തി തത്വത. അതിലത്രയും പ്രാധാന്യമുണ്ട് ഭഗവാന്റെ ജന്മത്തെയും കർമ്മത്തെയും ഭഗവത് പാർഷദന്മാരുടെയും ഭഗവത് നിത്യമുക്തരുടെയും നിത്യബദ്ധരെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഇനി അടുത്തത് ഇതേക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുള്ളതാണ്. പ്രതാപ്യനുസൃത്യ ധനഞ്ജയോദിതം
നാശം യദൂനാം ഭഗവദ്ഗതിം സതാം ഏകാന്തഭക്ത്യാ ഭഗവത്യഥോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസ്കൃതേ. പ്രതാപ്യനുസൃത്യ ധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവദ്ഗതിം സതാം ഏകാന്തഭക്ത്യാ ഭഗവത്യഥോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസ്കൃതേ. ഹരേ കൃഷ്ണ. പൃഥ വാക്കുകൾ ശ്രദ്ധിക്കൂ. പ്രഥ ആരാണെന്ന് നമുക്കിപ്പോ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രഥ എന്ന് പറയുന്നത് കുന്തി ദേവിയാണ് അല്ലെ. ആരുടെ മകളായിരുന്നു എന്നറിയാം. അവരെടുത്ത് വളർത്തിയത് ആരാണ്? എടുത്ത് വളർത്തിയത് കൊണ്ട് കുന്തി എന്ന് പേര് കിട്ടി. ഇതൊക്കെ നമുക്കിപ്പോ അറിയാം. പൃഥ അഭി, അഭി എന്ന് വെച്ചാൽ എന്നുള്ള അർത്ഥം. അനുസൃത്യ യാദൃശ്ചികമായി കേട്ടിട്ട്. ധനഞ്ജയ ധനത്തെ ജയിച്ചവനായ അർജുനൻ, അത് നമുക്കറിയാം. ഉദിതം പറഞ്ഞ അല്ലെങ്കിൽ ഉച്ചരിച്ച. നാശം അവസാനം. യദൂന ആരുടെ നാശം? യദുകുലത്തിന്റെ നാശം. ഭഗവത് ഭഗവത് എന്ന് പറയുമ്പോൾ പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാന്റെ ഗതിം. ഗതി എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പോക്ക്, തിരോധാനം എന്നുള്ള അർത്ഥം. ഗതി താം അവയെല്ലാം ഏകാന്ത കലർപ്പില്ലാത്ത യാതൊരു ഒന്നും അതിനായിട്ട് തെറ്റായിട്ടുള്ളതൊന്നും ഇല്ലാത്ത, കലർപ്പില്ലാത്ത ഭക്തിയ എന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത്. കലർപ്പില്ലാത്ത ഭക്തി നമ്മൾ നേടിയെടുക്കാൻ നമ്മൾ നോക്കണം. അതിന് നമുക്കില്ല, നമുക്കിപ്പോഴെങ്ങും അത് വരില്ല. കാരണം നമ്മൾ ഇതിനകത്ത് മുങ്ങിക്കിടക്കുകയാണ്. അതിന് മനസ്സിലെ ഓരോ ദിവസവും ആ കലർപ്പില്ലാത്ത ഭക്തി എനിക്ക് തരണേ എന്ന് നമ്മളെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എന്നുവെച്ചാൽ യാതൊരു ഇതുമില്ലാത്ത ഭക്തി. ഭഗവതി പരമകൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാനെ അധോക്ഷജേ, അധോക്ഷജ എന്ന് പറഞ്ഞാൽ അതീന്ദ്രിയമായി ഇന്ദ്രിയങ്ങൾക്കൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന, പിന്നെയോ പൂർണ്ണമായി ആത്മജ്ഞാനപരമായിട്ടുള്ള നിവേശിതാത്മാ എന്ന് വെച്ചാൽ തീർച്ചയായും പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി ഭഗവാനിൽ തന്നെ ഏകാഗ്രതയോട് ഉപരരാമ മുക്തനായി തീർന്നു. സംസ്കൃതേ ഭൗതികാസ്തിത്വം, ഭൗതികമായ അസ്തിത്വത്തിൽപ്പെട്ടൂരല്ലാതെ അതിൽ നിന്ന് മുക്തനായി തീർന്നു. അപ്പം ഭഗവത്ഗീതോപദേശങ്ങൾ ഭഗവാൻ ആരാണ്? നാരദര് വ്യാസനുമായിട്ട് സംസാരിക്കുന്ന അവസരത്തിൽ പറയുന്നുണ്ട്, എന്നെ കണ്ടില്ല. നാരദര് കാണാതിരുന്ന് വിഷമിച്ച അവസരത്തില് ഭഗവാനെ ഒന്ന് കാണിച്ചു കൊടുത്തു അല്ലെ. അല്പം ഒന്ന് ഭഗവാനെ കാണിച്ചു കൊടുത്തു. ഒരു മിന്നി മറയുന്നത് പോലെ ഭഗവാൻ അങ്ങ് മറഞ്ഞപ്പോഴത്തേക്ക് നാരദർക്ക് സഹിക്കാൻ വയ്യാതെയായി അല്ലെ. ഉടനെ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് വീണ്ടും മെഡിറ്റേഷനിലായി. അപ്പോഴൊക്കെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു, അവന്റെ നാരദരുടെ ആ കഷ്ടത കണ്ടിട്ട് പറഞ്ഞു കൊടുത്തു, ഈ ജന്മത്തിനിടയിൽ നിനക്ക് കാണാൻ കഴിയത്തില്ല, പക്ഷെ എന്നെ കാണാൻ ഒരു പ്രയാസമില്ല. ഇവിടെ കൂടി കാണാം, ഭഗവത്ഗീത വേഡ്സിൽ കൂടിയും ഭാഗവതത്തിൽ കൂടിയും അതുപോലെ മറ്റ് ആത്മീയമായ പുസ്തകങ്ങൾ കൂടിയും എന്നെ അറിയാൻ കഴിയും. അതിൽ കൂടി പോവുക. അതാണ് ആ ഒരു ഭൗതിക അസ്തിത്വത്തിൽ നിന്ന് ഉപരരാമ മുക്തനായി തീരാൻ ഈ മാർഗമാണ് നമുക്ക് ഉള്ളത് എന്ന് പറയും. വിവർത്തനം. ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരോധാനത്തെക്കുറിച്ചും യദുവംശത്തിന്റെ അന്ത്യത്തെക്കുറിച്ചും അർജുനൻ പറഞ്ഞത് യാദൃച്ഛികമായി ശ്രവിച്ച കുന്തിദേവി പൂർണ്ണ ഏകാഗ്രതയോടെ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതയാകുകയും അപ്രകാരം ഭൗതിക അസ്തിത്വഗതിയിൽ നിന്നും സ്വതന്ത്രയാകുകയും ചെയ്തു. അപ്പൊ ഇനി അടുത്തത് യുധിഷ്ഠിരന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ ആരെ കുറിച്ച് പറയുന്നു? കുന്തി ദേവിയെ കുറിച്ച് പറയുന്നു. ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വൃഥാപ്യനുസൃത്യ ധനഞ്ജയോദിതം നാശം യദൂനാം ഭഗവദ്ഗതിം ച താം ഏകാന്തഭക്ത്യാ ഭഗവത്യധോക്ഷജേ നിവേശിതാത്മോ പരരാമ സംസ്കൃതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഭഗവാന്റെ തിരോധാനത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ യദുവംശത്തിന്റെ അന്ത്യത്തെക്കുറിച്ച് എല്ലാം അർജുനൻ പറഞ്ഞു. അത് ശരിക്കും കേട്ടു കുന്തിദേവി. അപ്പൊ പൂർണ്ണമായ ഏകാഗ്രതയോടുകൂടി ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതയാകുകയും ചെയ്തു. അപ്പം കുന്തിദേവിക്ക് ഭഗവാനാണെന്ന് ശരിക്കറിയാം. തന്റെ സഹോദരപുത്രനാണെങ്കിൽ പോലും ഈ നിൽക്കുന്നത് ഭഗവാനാണെന്ന് ശരിക്കറിയാൻ കഴിഞ്ഞു. എവിടെ ഉത്തര വിളിച്ചപ്പോ പോകുന്നതും അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ആ കുന്തിദേവിയുടെ പ്രാർത്ഥന ഇല്ലേ? നമസ്യേ പുരുഷം ത്വാത്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാശ്ചന്യം. ഇതിനെല്ലാം അപ്പുറത്ത് നീക്കിയാണ് നമസ്തേ പുരുഷൻ ത്വാതി, ആദി പുരുഷനായ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. സ്വന്തം ആങ്ങളയുടെ മകനെ കുറിച്ച്, സ്വന്തം സഹോദരന്റെ മകനോടാണ് പറയുന്നത്. നമസ്തേ പുരുഷൻ ത്വാത്യം, ആത്മനായ ഭഗവാനെ നമസ്കരിക്കുന്നു. ഈശ്വരം പ്രകൃതേ പരം, പ്രകൃതിക്കൊക്കെ എത്രയോ അപ്പുറത്തുള്ള ഭഗവാൻ അല്ലെ. അലക്ഷ്യം സർവഭൂതാനാം, എവിടെയൊക്കെ നോക്കിയാൽ കാണാൻ കഴിയും?
എല്ലാ ഭൂതാനങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ലക്ഷ്യം സർവഭൂതാനം അന്തർ ബഹിർ അവസ്ഥിതം. അതെ, ഭൂതങ്ങളുടെ ഉള്ളിൽ നീ ഇരിക്കുന്നു, അതുപോലെ ബാഹ്യമായിട്ടും നീ ഇരിക്കുന്നു. എവിടെ നോക്കിയാലും നിന്നെ കാണാൻ കഴിയും. ആ രീതിയിലാണ് പറയുന്നത് നമസ്യ. പിന്നെ നീ എവിടെയാണ്? മായാ ജവനികാശ്ചന്നം അജ്ഞാതോക്ഷജം അവ്യയം ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥ. അങ്ങനെ ഇരിക്കുന്ന നിന്നെ കണ്ടറിയാൻ മൂഢന്മാർക്ക് കഴിയുകയില്ല. എക്സാമ്പിളും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ്, ഒരു നാടകത്തിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന മോഹൻലാലിനെയും മമ്മൂട്ടിയും ഒക്കെ അറിയാമെങ്കിലും സാധാരണ രീതിയിൽ ഒരു അറിയാൻ വയ്യാത്ത ഒരാൾ വന്ന്, ഒരു ചെറിയ പരിചയം മാത്രമുള്ള ഒരു വ്യക്തി വന്ന് അഭിനയിച്ച് കഴിയുമ്പോൾ എന്താണ്, നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് ശരിക്കും ധാരണ കിട്ടാതിരിക്കുന്നത് പോലെ ഭഗവാനാണ് വരുന്നത് എന്നുള്ള ചിന്ത, ഭഗവാൻ തന്നെയാ, ഭഗവാനാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ചേട്ടനും വലിയനും കൂടി ഇവിടെ തുള്ളിക്കളിച്ച് കളിക്കുന്നു. പക്ഷേ എന്താണ്, ഭഗവാനാണെന്ന് വളരെ കുറച്ച് പേർക്ക് അറിയാം. ഒന്നാമത്തെ കുറെ പേർക്ക് അറിയാമായിരുന്നു ഭഗവാനാണെന്നുള്ളത്, പക്ഷെ എല്ലാവർക്കും ഒന്നും അറിയുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇവിടെ ആ ഒരു അത്രമാത്രം നോളജുള്ള ഒരു സ്ത്രീയാണ് എന്ന് വെച്ചാൽ, ഒരു ഏറ്റവും വലുതായിട്ട് ഒരു സ്ത്രീയുടെ പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ശ്രീല പ്രഭുപാദര അന്ത്യസമയത്തൊക്കെ എല്ലാ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്താണ്, കുന്തിസ്തുതി വായിക്കൂ, കുന്തിസ്തുതി വായിക്കൂ, കുന്തിസ്തുതി വായിക്കൂ. ഇപ്പൊ എപ്പോഴും കുന്തിസ്തുതി വായിക്കാനാണ്, ഡെയിലി 1 ടൈം നമ്മൾ കുന്തിസ്തുതി വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു 1 ടൈം എന്നല്ല, എത്ര വേണേലും വായിക്കാം. കാരണം അത് അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അവരുടെ പ്രാർത്ഥന. അത്രമാത്രം നോളജ് നേടിയവരായിരുന്നു കുന്തി ദേവി. അപ്പൊ ഇവരൊക്കെ ഭഗവാന്റെ കൂടെ എത്തി. അങ്ങനെ ഭഗവാൻ പോയി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവർ വന്നത് ഭഗവാനെ സേവിക്കാനാ. പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഭഗവാൻ കൊടുത്ത ദുഃഖങ്ങളും അതുപോലെ സന്തോഷവും ഭഗവാൻ കൊടുത്തതല്ല, അവർ സ്വയം ഏറ്റെടുത്തു. അപ്പൊ അന്ന് ഇവിടെ ആ ഒരു ലീലയാണ്. ആ ലീല ആടിയിട്ട് അവർ തിരിച്ചു പോവുകയാണ്. അപ്പൊ അതെല്ലാം കേട്ടിട്ട് പരമദിഗോത്തമ പുരുഷൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഏകാഗ്രതയോടുകൂടി കേട്ടിട്ട് ഭക്തിയുത സേവനത്തിൽ നിരതയായി അങ്ങനെ ഭൗതിക അസ്തിത്വഗതിയിൽ നിന്നും സ്വതന്ത്രയായി തീരുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദൻ നമുക്ക് എക്സാമ്പിൾ പറയുന്നുണ്ട്. സൂര്യാസ്തമനത്തെ കാണുമ്പോഴേ നമ്മളെ സന്ധ്യയ്ക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കണ്ടാൽ സൂര്യന്റെ അന്ത്യമാണോ അതെ എന്ന് നമ്മള് ഒരിക്കലും നമ്മളത് സൂര്യൻ നാളെ വരും എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അല്ലെ? അതുപോലെ സൂര്യൻ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്ന് മാത്രമേ അർത്ഥമാക്കുന്നു. നമുക്കിവിടെ സൂര്യനെ കാണാൻ 6:30 ശേഷം കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ഇവിടെ പോയാൽ കാണാം. വേറെ ഈ ലോകത്തിന്റെ മറുഭാഗത്തേക്ക് പോയാൽ അവിടെ സൂര്യനുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ സൂര്യൻ എങ്ങും പോയിട്ടില്ല, ഒരു ലോകത്തിലാണ്, ഒരു ബ്രഹ്മാണ്ടത്തിലെ കാര്യമാണ്, ഒരു ബ്രഹ്മാണ്ടത്തിലെ സൂര്യനാണ്. ഇതുപോലെ എത്ര ബ്രഹ്മാണ്ടങ്ങളിൽ സൂര്യനുണ്ട്. അപ്പൊ അങ്ങനെ ആ സൂര്യൻ നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ അപ്രത്യക്ഷമായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പം കാരണം ഒരു പ്രത്യേക ലോകത്തിലെ പ്രപഞ്ചത്തിലെ ഇവിടെ നിന്ന് ഭഗവാൻ പോയി എന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് അന്നുണ്ടായിരുന്ന ധർമ്മച്യുതിയെ മാറ്റിയിട്ട് ഇവിടെ നിന്നൊന്നും നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷരായി. അപ്പൊ ഇവർക്കെല്ലാം, ഈ വിതുരർക്കാണെങ്കിലും ആർക്കാണ്, ഭീഷ്മർക്കാണെങ്കിലും അവർക്കെല്ലാം അവരുടെ എല്ലാം ദൃഷ്ടിപഥത്തിൽ ഭഗവാൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴും ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്നു. 125 വർഷം കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പോകുന്നത്. എത്ര പേർക്ക് അറിയാൻ കഴിഞ്ഞു? അത് അറിയുക എന്നുള്ളതാണ് പ്രാധാന്യമേറിയത്. അപ്പൊ യദുവംശത്തെ അന്ത്യം സംഭവിച്ചു. എന്തുകൊണ്ടാ ഭഗവാൻ ഇവരെ കൂടെ കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ, ഈ യദുവംശം എന്ന് പറയുന്നവര് ഭഗവാന്റെ വംശമാണെന്നുള്ള ഒരു അഹങ്കാരം ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഭൗതിക പ്രകൃതിയിൽ വരുമ്പോഴേക്ക് ഉണ്ടാകുന്ന അതിന്റെ നേച്ചർ അവരിലേക്ക് കടന്നു എന്നും അതുകൊണ്ടാണല്ലോ അവര് മഹർഷിയുടെ അടുത്ത് ചെന്നിട്ട് ആ ഒരു ചോദ്യം ചോദിക്കാനും അങ്ങനെ ഉലക്കെ ആ ഒരു രീതിയിൽ നിന്റെ വയറ്റിൽ ഞാൻ ഗർഭിണിയാണ്, എന്ത് കുഞ്ഞായിരിക്കുമെന്നൊക്കെ ചോദിക്കാനുള്ള ഒരു അഹന്ത മനസ്സിൽ വന്നില്ലേ? അപ്പൊ ആ മനസ്സിൽ വന്നത് കൊണ്ട് അപ്പൊ അവിടെ ഈ ഭൗതിക പ്രകൃതിയുടെ സ്വാധീനം വരെ പ്രവേശിച്ചത് കൊണ്ടാണ് അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഏതെങ്കിലും അതും ഭഗവാന്റെ ലീലയാണ്. ആ രീതിയിൽ ഭഗവാൻ അവിടേക്ക് ഇവരെ തിരിച്ചു കൊണ്ടുപോകുവാൻ. അപ്പൊ ഭഗവാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തോൽപ്പിക്കാനോ ഇവരുടെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഭഗവാൻ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് ഭഗവാൻ പോകുന്നതിന് മുമ്പേ അവരെ പറഞ്ഞു വിട്ടു. വളരെ കുറച്ച് മാത്രം, പേരിന് മാത്രം ആൾക്കാർ അവിടെ ഇവിടെയും ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഭഗവാന്റെ ദൗത്യം പൂർണ്ണമായി അവസാനിച്ചു. അദ്ദേഹം നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷനായി എന്ന് മാത്രമേ ഭഗവാൻ പോയി എന്നുള്ളത് കൊണ്ട് അർത്ഥം. ഭഗവാൻ അപ്പം വേറൊരിടത്തുണ്ട്.
ഭഗവാൻ അല്ലാതെ വേറെ ആവശ്യമനുസരിച്ച് ഇതുപോലെ എത്ര കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ, നമ്മൾക്ക് കോടാനുകോടി എന്നേ അറിയത്തുള്ളൂ അല്ലെ, അതിലൊക്കെ അളവ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒക്കെ ഭഗവാൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അങ്ങനെയാണ്. എവിടെ വേണമെങ്കിലും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് വരാനും പോകാനും കഴിയും എന്നുള്ളതാണ്. അപ്പം ഭഗവാനോടൊപ്പം ആ കുലം നമ്മുടെ ദൃഷ്ടിപഥത്തിൽ നിന്നും അപ്രത്യക്ഷമായി എന്നേ കരുതാവൂ. ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലുന്നതിന് സജ്ജനാകുന്നതിന് തീരുമാനിച്ചതുപോലെ കുന്തിദേവിയും തീരുമാനിച്ചുറക്കുകയും വർത്തമാന ശരീരം ഉപേക്ഷിച്ചുവിടാൻ ഭഗവത് ധാമത്തിലേക്ക് അഥവാ ഭഗവത് സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ള അധികാരപത്രം ഉറപ്പു നൽകുന്ന ഭഗവാന്റെ അതീന്ദ്രിയ ഭക്തിയുത പ്രേമസേവനത്തിൽ സ്വമേധയാ പരിപൂർണമായും ആത്മാർപ്പണത്തോടെ നിരതയായി എന്നാണ്. അപ്പം കുന്തിദേവി എന്ത് ചെയ്തു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു ഭഗവാൻ അതീന്ദ്രതയോടെ ആവിർഭവിച്ചു. ഭഗവാൻ സർവ്വലോകാധിപതിയായിട്ട് വന്നു. സാധാരണ മനുഷ്യൻ പോലെ പിറന്നെന്ന് നമ്മളെ തോന്നിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ വാർദ്ധക്യം ബാധിച്ചില്ല. അദ്ദേഹം അജനാണെന്ന് പറഞ്ഞു തന്നു. അതുപോലെ അനേകം രൂപം എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നി. ഭഗവാന്റെ ആവിർഭാവത്തെ കുറിച്ച് അറിയാം. നമ്മൾ ഈ പലത് അറിയാൻ നമുക്ക് കഴിയയില്ലെങ്കിലും നമ്മൾ അതേക്കുറിച്ച് അല്പമെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭഗവാൻ തിരിച്ചുപോയി. അതോടുകൂടി ഇവർക്കെല്ലാം പോകണമെന്ന് തോന്നി. അതിനൊരു വിസയൊന്നും അവർക്ക് ആവശ്യമില്ല. നമ്മളിപ്പോ ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ ആ ഒരു വിസ നേടണം. അപ്പൊ നമ്മുടെ വിസ എന്ന് പറയുന്നത് എന്താണ്? ഭക്തിയുത സേവനമാണ് നമ്മൾക്ക് പോകാനുള്ള വിസ. അപ്പൊ ഇവർക്കൊക്കെ പോകാൻ കഴിയും. കാരണം അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. അവര് മറ്റൊന്നും ചെയ്യുന്നില്ല. ഭഗവത് സേവനമാണ് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? തസ്മാത് ഏകേന മനസാ ഭഗവൻ സത്വതാമ്പതി ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യത എന്നുള്ളത്. അപ്പം പ്രത്യക്ഷം ഈ ശ്രീമദ് ഭാഗവതം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നു. ഇത് പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ആ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ മുന്നിൽ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്രത്യക്ഷ കൃഷ്ണൻ നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ള ഭാഗവതം എന്ന് കേൾക്കുന്നപ്പോൾ തന്നെ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് ഓർക്കണം. അപ്പൊ നമ്മുടെ മനസ്സിലെ നമുക്ക് വരുത്തേണ്ട ഭാവം ഏതാണ്? ഒരു ചകോര പക്ഷി അതിന്റെ ചുണ്ട് വീക്ക് തുറന്നു വെച്ചുകൊണ്ട് എപ്പോഴാണോ മഴ വരുന്നത്, എനിക്ക് വെള്ളം കിട്ടും, എനിക്ക് അതിനു വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾക്ക് അല്പം കൃഷ്ണ കൃപ കിട്ടണം. ആ കൃപയ്ക്കായി നമ്മൾ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കണം. ആ ചകോരപ്പക്ഷിയെ പോലെ തന്നെ നമ്മള് കൃഷ്ണ കൃപയ്ക്കായി കാത്തിരിക്കണം. അങ്ങനെ ആ ഒരു ഭാവത്തിലേക്ക് യസ്മിൻ വിജ്ഞാതേ സർവമേവം വിജ്ഞാനം ഭവതി. അതാണ് യസ്മിൻ വിജ്ഞാതേ സർവം ഏവം വിജ്ഞാനം ഭവതി. അപ്പൊ അതെന്താണ്? എന്തറിഞ്ഞാലാണോ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടത്? ആ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും അറിയേണ്ടതായിട്ട് നമുക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ആ ഭാവത്തിലേക്ക് തവകഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാഭകം. എന്തുകൊണ്ടാണ്? അത് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമാണത് എന്ന് പറയും അല്ലെ. തവകഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാവഹം ശ്രവണമംഗളം ശ്രീമദാദതം കുവിഗണന്തിയേ പൂരിതാജന എന്ന് പറയാൻ കാരണം, അപ്പം എപ്പോൾ വെനെവർ യു ഹിയർ യുവർ കഥ, എപ്പോ കിട്ടിയാലും എപ്പം നിങ്ങൾ ആ കഥ കേട്ടാലും ശരി, അതെ എന്താണ്? അത് ഞങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതാണ്. ആ തത്വജീവനമാണ്. അത് ഡിവോഷണൽ സർവീസ് നമ്മളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. കാരണം ഗോപികമാരെല്ലാം ഓരോ ശ്ലോകങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ട് ഭഗവാനെ കുറിച്ച് ഓർത്തോർത്ത് നടക്കുകയാണ്. അപ്പൊ വൃന്ദാവനത്തിൽ വേറെ ഒന്നുമില്ല. അവരുടെ ജോലി ഇതാണ്. ഭഗവാൻ പോയി കഴിഞ്ഞാലൊക്കെ പിന്നെ അവർക്ക് വേറെ ഒന്നും മനസ്സിലില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോ ഈ ഒരു ശ്ലോകം പറഞ്ഞത് രാധാറാണിയാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാന ശ്ലോകമെന്ന് നമ്മൾ പറയുന്നത്. തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദതം പുരിഗണന്തിയേ പൂജിതാജനം. അങ്ങനെ ആ ഒരു ഭക്തിയുടെ പരമ കാംഷ്ടയിലെത്തി അവരെന്നുള്ളത്. അതിനൊന്നും നമുക്ക് കഴിയില്ലെങ്കിൽ പോലും നമുക്കും അവിടേക്ക് എത്തിപ്പെടാനുള്ള മാർഗത്തിലേക്ക് നമ്മളെ നയിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ആ ഒരു പരമമായ കാരുണ്യമുള്ള ആൾക്കാർ നമ്മൾ അതിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഭക്തിയുത സേവനം മൂലം വർത്തമാന ശരീരത്തെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയും. എങ്ങനെ പറ്റും? വർത്തമാന ശരീരത്തെ ആവിഷ്കരിക്കാൻ കുറച്ചു ആത്മീയമാക്കാൻ എങ്ങനെ പറ്റും എന്നൊന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ഈ ശരീരത്തെ നമുക്കറിയാം, ഒരു
ഇപ്പം കറണ്ട് വരുന്നുണ്ട്, ഒരു കോപ്പർ വയർ എവിടെ വെച്ചിരുന്നാലും നമുക്ക് അതിനെ തൊടാൻ കഴിയും, അതിന് ഷോക്കൊന്നും അടിക്കത്തില്ല അല്ലെ കോപ്പർ വയറിൽ. അതേസമയം അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചെന്നോട്ട അപ്പോഴേ അതിന്റെ ആ ഷോക്ക് നമ്മളിലേക്ക് ഉണ്ടാകുന്നത് ശരിക്ക് പിടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന ഇത് എന്താണ്? ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ഭൗതികമായിട്ടുള്ള ശരീരമാണ്. ആ ശരീരത്തെ നമുക്ക് ആത്മവ്യവൽക്കരിക്കാൻ നമുക്ക് കഴിയും. എന്താണ്? നമ്മുടെ നാമജപത്തിൽ കൂടി, ഭക്തിയുത സേവനത്തിൽ കൂടി, നമ്മൾ കഴിക്കുന്ന പ്രസാദം അത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ്. നമ്മൾ ആ പ്രസാദം കഴിക്കുന്നതിൽ കൂടി നമ്മുടെ ശാരീരികമായ ശുദ്ധിയിൽ കൂടി അതുപോലെ മാനസികമായ ശുദ്ധിയിൽ കൂടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ രീതിയിൽ കൂടി അങ്ങനെ ആ ശരീരത്തെ നമ്മളെ ആത്മീയവൽക്കരിച്ച് എടുക്കുമ്പോൾ ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തൻ വർത്തമാന ശരീരത്തെ എല്ലാ ഭൗതിക ബന്ധത്തിൽ നിന്നും മുക്തനാകാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മുടെ ഈ സങ്കല്പത്തെ, ഭൗതിക സങ്കല്പത്തെ നശിപ്പിക്കാനും നമുക്ക് ആത്മീയതയിലേക്ക് പോകാനും നമുക്ക് കഴിയും. അതിന് ഭക്തിയുത സേവന മാർഗങ്ങൾ പരിശീലിച്ച് ഭഗവത് സന്നിധിയിലേക്ക് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ വിശ്വാസം വേണം. പിന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, വ്യവസായാത്മിക ബുദ്ധി ഏകേഹ ഗുരുനന്ദന. എന്താണ്? 241 അല്ലേ? അപ്പം ഭഗവാൻ പറയുന്നത് ദോസ് ഹു ആർ ഓൺ ദിസ് പാത്ത് ആർ ഇറസല്യൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വഴിയിൽ വരുന്നവർ വളരെ അറിവുള്ളവരാണ്, വളരെ ശക്തിമാന്മാരാണ്. ആ പാത്ത് ഓഫ് ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, റെസല്യൂട്ട് ആണ്. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ ആ രീതി എനിക്ക് എനിക്കത് വേണം എന്നുള്ള ചിന്താഗതിയിൽ ആ വ്യവസായാത്മിക ബുദ്ധിയിൽ കൂടി നമുക്ക് ഉയരാൻ കഴിഞ്ഞാൽ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക്, ഏകാദശി ദിവസമാണ് നമ്മുടെ മനസ്സിൽ, എൻ്റെ മനസ്സിനെ ഞാൻ ശുദ്ധമാക്കും, എൻ്റെ മനസ്സിന് ഞാൻ ആ ഒരു ഭഗവത് കാരുണ്യത്തിലേക്ക് കൊണ്ടുപോകും എന്ന ഒരു ഉറപ്പോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നടത്താം. ഹരേ കൃഷ്ണ. അതെല്ലാവരും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ അഹന്തയെ നമ്മളെ വെട്ടിക്കളയാൻ നമ്മൾ ശ്രമിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ശ്രമിക്കൂ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി, ധനഞ്ജയൻ